കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഓരോ കുട്ടികളുടെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എപ്പോഴാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ളത്. നമുക്കറിയാം, ഓരോ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നിങ്ങളത് ക്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോ ചാപ്റ്ററിൽ നിന്നും ചെയ്തിരിക്കണം എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക എന്നുള്ളത് തന്നെയാണ്. സോ ഒരുപാട് കുട്ടികൾ ചോദിച്ചൊരു കാര്യമാണ്, എപ്പോഴാണ് മിസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യേണ്ടത്, അതായത് പഠിക്കേണ്ടത്, അതേപോലെ തന്നെ എങ്ങനെയാണ് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കറക്റ്റ്ലി എങ്ങനെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആസ് എ +1 സ്റ്റുഡൻറ്റ് ആൻഡ് എസ് +2 സ്റ്റുഡൻറ്റ് എന്ന നിലയിൽ നിങ്ങൾ എങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യണം എന്നതാണ് മിസ് കൃത്യമായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, +1-ലാണെങ്കിലും +2-ലാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ പഠിക്കുന്നത് കൃത്യമായിട്ട് ഒരു ചാപ്റ്റർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ തിയറി, കോൺസെപ്റ്റ്, ഫോർമുലാസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തണം. നിങ്ങൾക്കറിയാം, പ്രോപ്പറായിട്ട് ഒരു കോച്ചിങ് നിങ്ങൾ എടുക്കുന്നുണ്ടാവും. അത് ചിലപ്പോൾ ഓഫ്ലൈൻ ആയിരിക്കാം, ഇല്ലെങ്കിൽ ഓൺലൈൻ ആയിരിക്കാം, എന്തായാലും പ്രശ്നമില്ല. അപ്പോൾ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം, പ്രത്യേകിച്ച് JEE, കീമ, നീറ്റൊക്കെ പഠിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് കോച്ചിങ് എടുക്കുന്ന സ്ഥലത്ത് നിന്ന് ഓരോ ചാപ്റ്റേഴ്സും ആദ്യം തന്നെ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു കോച്ചിങ് സെൻറ്ററിൽ നിന്ന്, അഥവാ ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ ആ ചോദ്യങ്ങൾ നിങ്ങൾ റീഡു ചെയ്യുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് എൻ്റെ കുട്ടികൾ ചെയ്യേണ്ടത്. അപ്പോൾ ഡയറക്റ്റ്ലി എൻ്റെ കുട്ടികൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയല്ല ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം? അതിൽ നിന്നും നിങ്ങൾക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ ഒരു തവണ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ നോക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുള്ള കോൺസെപ്റ്റുകൾ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം എപ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തുകൊണ്ടാണ് ചെയ്യണമെന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഏത് രീതിയിലാണ് നിങ്ങൾക്ക് പാറ്റേൺസ് വരുന്നത് അല്ലെ, എക്സാമിന് എങ്ങനെയാണ് പാറ്റേൺ വരുന്നുണ്ടാവുക, എങ്ങനെയാണ് നമ്മളുടെ എക്സാം നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാനും, ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, എത്ര ചോദ്യങ്ങൾ ഓരോ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് വരും എന്നതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടും കൂടെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. സോ ആസ് എ +1 സ്റ്റുഡൻസ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മിസ്സിന് ആദ്യം പറയാനുള്ള കാര്യം, എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഫോർമുലാസ്, കോൺസെപ്റ്റ്സ് എല്ലാം ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇനി എന്തുകൊണ്ടാണ് അതിന് ശേഷം നിങ്ങൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്ന് പറയുന്നത്, ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യാൻ വേണ്ടി നോക്കുക. സോ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറച്ച് എളുപ്പമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. കാരണം ഒരുപാട് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലെവൽ കുറച്ച് കുറഞ്ഞതായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുക. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്ന സമയത്ത് ഓക്കെ, ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ നിങ്ങളെ അത് സഹായിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ, ഒരു എക്സാം എഴുതുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത് എങ്ങനെ അവിടെ നിന്ന് ചോദ്യം ചോദിക്കും എന്നുള്ളത് തന്നെയാണ്. അത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത ഒരു കാര്യമാണ് ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് അല്ലേ. അതായത് ഇപ്പോൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്കറിയാം, ഒരു ചാപ്റ്ററിൽ നിന്നും എല്ലാ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരും ഒരിക്കലും ഇല്ല അല്ലെ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ നിന്നും കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഇന്ന ഭാഗത്ത് നിന്നാണ്. സോ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആ ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റി, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി നമുക്ക് എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഇത് +2-ആണെങ്കിലും രണ്ടുപേർക്കും ഈക്വൽ ആയിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. പിന്നെ +1 ആകുമ്പോൾ നമ്മൾ ചാപ്റ്റേഴ്സ് പഠിച്ചു തുടങ്ങുന്നുള്ളൂ. സോ പഠിച്ചു തുടങ്ങുന്നതിനനുസരിച്ച് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് കുറച്ച് ടിപ്പ് ഈ വീഡിയോൻ്റെ അവസാനത്തിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് മിസ് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഇനി +2-ലേക്ക് പോവുകയാണെങ്കിലും സെയിം തന്നെയാണ്. ഓരോ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് ചെയ്യേണ്ടത്. ബാക്കി എല്ലാം +1 പറഞ്ഞ പോലെയാണ്. പക്ഷേ നിങ്ങൾ മെയിനായിട്ട് ഒരു കാര്യമാണ് +1 സ്റ്റുഡൻസിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഓൾറെഡി നിങ്ങൾ +1 പഠിച്ചു അല്ലേ. അപ്പോൾ ആ +1-ലെ ടോപ്പിക്സ് ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ വർഷവും റിവൈസ് ചെയ്യുന്നത് ഉറപ്പുവരുത്തണം. സോ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള PYQ നിങ്ങൾ +1-നും +2-ൽ നിന്നും ചെയ്യാൻ വേണ്ടി നോക്കണം. ഓക്കെ, ആ ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. +1-നെ മാറ്റി നിർത്താൻ പാടില്ല. ഈ വർഷവും നിങ്ങളത് റിവിഷൻ കൊടുക്കണം. ഇനി രണ്ടു പേർക്കും കൂടെ ഞാൻ കുറച്ച് ടിപ്സ് തരാൻ വേണ്ടി പോവാണ്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഡെയിലി പ്രാക്ടീസ് ചെയ്യണം.
ഡെയിലി നിങ്ങളൊരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വെക്കുക. 50 ചോദ്യം, 50 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ ഒരു ദിവസം ചെയ്യും. ആ രീതിയിൽ നിങ്ങളൊരു ഡെയിലി എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം നിങ്ങൾ കണ്ടെത്തണം. അപ്പോൾ ആ ചാപ്റ്റർ വൈസ് ആയിട്ട് കൃത്യമായിട്ട് ഞാൻ ഇന്ന ചോദ്യങ്ങൾ അവിടെ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളത് ഉറപ്പുവരുത്താം. ഇനി ഒരു വീക്കെൻഡ് ആവുന്ന സമയത്ത് ഓരോ വീക്കിലും നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ ചിലപ്പോൾ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ആ വീക്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സിനെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സൺഡേ എടുത്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മിക്സ് ചെയ്ത് ചെയ്യാം. അപ്പോഴാണ് നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ വൈസ് ആകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയാസും കാര്യങ്ങളൊക്കെ അപ്പം ഉണ്ടാവും. പക്ഷേ ഇത് മിക്സ് ചെയ്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുക, മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ കിട്ടുന്നുണ്ടോ, നമുക്ക് അതിൻ്റെ ഫോർമുലാസ് ഓർമ്മ വരുന്നുണ്ടോ, കോൺസെപ്റ്റ്സ് ഓർമ്മ വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ലത് മിക്സ് ചെയ്യുക. വീക്കെൻഡ്സിൽ നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മിക്സ് ചെയ്ത് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് കിട്ടണം എന്നില്ല. യു വിൽ മേക്ക് മിസ്റ്റേക്സ് അല്ലേ, നമ്മൾ എന്തായാലും മിസ്റ്റേക്സ് ഉണ്ടാക്കും. ആ മിസ്റ്റേക്സ് നിങ്ങൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്ത് പഠിച്ച് പിന്നീട് ആ ക്വസ്റ്റ്യൻസിനെ വന്ന് റീവിസിറ്റ് ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഒന്നും കൂടെ അത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. സോ ഒരു പ്രാവശ്യം തെറ്റിയെന്ന് വിചാരിച്ച് പിന്നെ അത് മാറ്റി വയ്ക്കുകയല്ല ചെയ്യേണ്ടത്. യു ഹാവ് ടു റീവിസിറ്റ് ദ ക്വസ്റ്റ്യൻ ആൻഡ് പഠിക്കണം. ഓക്കെ. ആൻഡ് അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങൾ അതിനെ മാർക്ക് ചെയ്യണം. അതായത് ഏതാണ് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഏതാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിയ ക്വസ്റ്റ്യൻ, ഏതാണ് ടഫായിട്ടുള്ള ചോദ്യം നിങ്ങൾക്ക് ഫീൽ ചെയ്തത്, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പാറ്റേൺസ് കൊടുക്കുക. ഇപ്പോൾ സ്റ്റാർ ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻറ്റിനെ സ്റ്റാർ ചെയ്യുക, കിട്ടിയതിനെ ടിക്ക് ഇടുക. അതേപോലെ നിങ്ങൾക്ക് ടഫായിട്ട് തോന്നിയതിനെ റൗണ്ട് ഇട്ട് വെക്കുക. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലും റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് അതിനെ റീവിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും വീണ്ടും ഓരോ ചോദ്യങ്ങളും നോക്കുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, സ്പീഡ് കൂട്ടണം. മാക്സിമം ചോദ്യങ്ങൾ ചെയ്യുക എന്നതിനുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്പീഡ് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് വരുമ്പോൾ ഗ്രാജുവലി നിങ്ങളുടെ കാൽക്കുലേഷൻ്റെ സ്പീഡ്, ക്വസ്റ്റ്യൻ സോൾവിങ് സ്പീഡ് കൂടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ എൻഷുർ കൂടെ ചെയ്യണം. സ്പീഡപ്പ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നോക്കുക. ഇത്രയും കാര്യങ്ങൾ എൻ്റെ കുട്ടികൾ ശ്രദ്ധിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ടും നല്ല ഡിഫറൻസ് ഉണ്ടാവും, നല്ല കോൺഫിഡൻസ് എൻ്റെ കുട്ടികൾക്ക് ഫീൽ ചെയ്യും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഫ്രണ്ട്സിന് എല്ലാവർക്കും ചാനൽ റെക്കമെൻഡ് ചെയ്യുക. ഓക്കെ മക്കളെ, താങ്ക് യു.